അനിതര സാധാരണമായ പ്രതിഭാവൈഭവവും എടുത്തു പറയാൻ പോരുന്ന അന്യാദൃശ്യമായ മഹത്വങ്ങളോ ഒന്നും ജോർജ് അച്ഛനില്ലായിരുന്നു. പക്ഷേ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യങ്ങളോട് അദ്ദേഹം പുലർത്തിയ ആത്മാർത്ഥതയും വിശ്വസ്തതയും അത് അദ്ദേഹത്തെ വ്യതിരിക്തനായ അജപാലകനാക്കി മാറ്റി എന്നുള്ളത് നാം എല്ലാവരും തിരിച്ചറിയുന്ന സത്യമാണ്. തൻ്റെ 57 വർഷം നീണ്ട പൗരോഹിത്യ വഴികളിൽ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ ഈ അതിരൂപതയെ വളർത്തുന്നതിന് വേണ്ടി ഏറെ അധ്വാനിച്ചു എന്നുള്ളത് നാം എല്ലാവരും അനുഭവസ്ഥരായ വ്യക്തികളാണ്. തൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയും അവഗണിച്ചുകൊണ്ട് ജോർജ് അച്ഛൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരിക്കലും പതറാതെ നിന്നു എന്നുള്ളത് പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷതയാണ്. നമ്മുടെ അതിരൂപതയിലെ 21 ഇടവകളിൽ അച്ഛൻ സ്തുത്യർഹമായ സേവനം ചെയ്തു. പാടത്തിൽ വികാരിയായിരിക്കുമ്പോൾ നീണ്ട 12 വർഷങ്ങൾ അച്ഛൻ നമ്മുടെ കുന്നോത്ത് സാന്തോം എസ്റ്റേറ്റിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്നത് നന്ദിയോടെ ഈ അതിരൂപത ഒരിക്കലും വിസ്മരിക്കാത്ത വിധത്തിൽ അച്ഛൻ അത്രയേറെ അവിടെ അധ്വാനിച്ചു എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ നസ്രത്ത് സന്യാസിനി സമൂഹത്തിൻ്റെ തുടക്കത്തിന് സാക്ഷ്യം വഹിക്കാനും ആരംഭകാലത്ത് അവരെ നട്ടുനനച്ച് വളർത്താനും അച്ഛന് ഇടവന്നത്. അഭിമന്യ വള്ളോപ്പള്ളി പിതാവ് ഏൽപ്പിച്ച ഈ ദൗത്യം ഏറ്റവും വിശ്വസ്തയോടെ അച്ഛൻ നിറവേറ്റി എന്നതിൻ്റെ സാക്ഷികളാണ് ഇവിടെ ഇരിക്കുന്ന നസ്രത്ത് സന്യാസിനി സമൂഹത്തിലെ സഹോദരിമാർ. ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയും വൈഷമ്യം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയും അച്ഛൻ്റെ ജീവിതം കടന്നുപോയിട്ടുണ്ട് എന്ന് ആ ജീവിതത്തെ അടുത്തറിയാവുന്ന സീനിയർ അച്ഛന്മാർക്കൊക്കെയും അറിയാവുന്ന. പക്ഷേ ഒരു പ്രതിസന്ധിയിലും അച്ഛൻ തളർന്നു പോയില്ല, തീർന്നു പോയില്ല. മറിച്ച് തൻ്റെ പൗരോഹിത്യത്തെ അദ്ദേഹം അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ മൂല്യത്തെ പ്രതി മാത്രം പ്രതിസന്ധികളിൽ തളരാതെ അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തെക്കുറിച്ച് പലരും പലതും പറഞ്ഞപ്പോഴും പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ തൻ്റെ പൗരോഹിത്യത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ആ പൗരോഹിത്യ വഴികളിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് മഹിതമായ ശ്രേഷ്ഠമായ 57 വർഷത്തെ പൗരോഹിത്യ ജീവിതം എന്ന് പറഞ്ഞു. അച്ഛൻ വീട്ടുകാരുടെ അടുക്കലേക്ക് വരാൻ വേണ്ടി എല്ലാം ക്രമീകരിച്ച് ഇരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് നിത്യതയിലേക്ക് യാത്ര പോയത്. അച്ഛൻ്റെ യഥാർത്ഥ വീട് സ്വർഗമാകയാൽ അച്ഛൻ എത്തിച്ചേരേണ്ട ആ വീട്ടിലേക്ക് ദൈവം അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. പ്രതിസന്ധി വേളകളിൽ തളരില്ല എന്ന് മാത്രമല്ല, ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അച്ഛൻ മടി വിചാരിച്ചിരുന്നില്ല എന്നുള്ളതും നസ്രത്ത് സന്യാസ സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ജോർജ് അച്ഛൻ്റെ മരണം കഴിഞ്ഞപ്പോൾ അച്ഛനെ നാട്ടിൽ നിങ്ങളുടെ ഇടവകയിൽ സംസ്കരിക്കണമെന്ന് നിങ്ങളിൽ കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നിങ്ങളങ്ങനെ ചോദിക്കും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ജോർജ് അച്ഛനോട് നേരത്തെ തന്നെ ചോദിച്ചിരുന്നു, ജോർജ് അച്ഛന് എവിടെ ആണ് അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹമുള്ളത്. ജോർജ് അച്ഛൻ്റെ വിൽപ്പത്രത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് ജോർജ് അച്ഛൻ പറഞ്ഞു, എനിക്ക് തലശ്ശേരിയിലെ മണ്ണിൽ കിടന്നാൽ മതി. ഞാൻ ജീവിച്ചത് ഈ രൂപതയ്ക്ക് വേണ്ടിയാണ്. ഞാൻ മരിച്ചാലും ഈ രൂപതയുടെ മണ്ണിൽ വിലയം പ്രാപിക്കാനാണ് ആഗ്രഹിക്കുക. ജോർജ് അച്ഛൻ അധികമൊന്നും സംസാരിക്കുന്നയാളല്ല, വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ. സംസാരത്തിൽ അച്ഛന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല, മറിച്ച് പ്രവർത്തനങ്ങളിൽ അച്ഛൻ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. കഠിനാധ്വാനവും തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അശ്രാന്തമായ പരിശ്രമവും നിസ്വാർത്ഥമായ സേവന ബുദ്ധിയും അച്ഛനെ നമുക്കെല്ലാവർക്കും മാതൃകയാക്കുന്ന വൈദികനാക്കി മാറ്റി എന്നുള്ളത്
നമുക്ക് നന്ദിയോടെ ഓർക്കാം. ജോർജ് അച്ഛൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. ജോർജ് അച്ഛന് വളരെ കുറച്ച് ആഴമേറിയ സുഹൃത്ത് ബന്ധങ്ങൾ കുറച്ചേ ഉള്ളായിരുന്നു. ആ സൗഹൃദങ്ങളെ ജോർജ് അച്ഛൻ അങ്ങേയറ്റം അഗാധമായി ഇഷ്ടപ്പെടുകയും അവരോടുകൂടി ആയിരിക്കുവാൻ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് കല്ലുവയിലെ പാലമറ്റത്തിലെ ഔസേപ്പച്ചനെയും മോളിയെയും കുടുംബത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ജീവിതത്തിൽ അച്ഛന് പ്രതിസന്ധികളും രോഗാവസ്ഥകളൊക്കെയും വന്നപ്പോൾ നിങ്ങൾ സ്വന്തം അപ്പനെ പരിരക്ഷിക്കുന്ന സ്നേഹത്തോടെ അച്ഛനെ വന്നു നോക്കുന്നതും അച്ഛനോടൊത്ത് മാസങ്ങൾ ചിലവഴിക്കുന്നതുമൊക്കെയും ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുള്ള സത്യമാണ്. ഹൃദയം കൊണ്ട് അച്ഛൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അച്ഛൻ്റെ മരണം നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്ന് അച്ഛൻ എഴുതി വെച്ചത് നിങ്ങളെയും അതുപോലെ കാഞ്ഞമല കുടുംബാംഗങ്ങളെയും. നിത്യതയിലേക്ക് ജോർജ് അച്ഛൻ കടന്നു പോകുമ്പോൾ നമുക്ക് അച്ഛനോടൊന്നേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട അച്ഛ, നന്ദി. ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചതിന്, ഈ അതിരൂപതയെ വളർത്തിയതിന്, ഈ അതിരൂപതയിലെ 22 ഇടവകളെ അത്ഭുതകരമായി നയിച്ചതിന്, ഇല്ലായ്മകളിലും കഷ്ടതകളിലും പരാതികളൊന്നും കൂടാതെ കർത്താവിൻ്റെ തിരുഹിതം അതാണ് എന്ന തിരിച്ചറിവോടെ ജീവിച്ചതിന്, പ്രതിസന്ധിയുടെ വലിയ ശരശയ്യകളിൽ കിടക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ അതിനെയെല്ലാം ധൈര്യപൂർവ്വം നേരിട്ടതിന്, അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും മാതൃകയായ വൈദിക ജ്യേഷ്ഠനായി തീർന്നതിന് പ്രിയപ്പെട്ട ജോർജ് അച്ഛ, ഈ അതിരൂപത അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സേവനത്തെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ ഈ അതിരൂപതയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ വിവരിക്കാനാവാത്ത വിധം സ്തുത്യർഹമായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.